ദളപതി എല്ലാവരും കാത്തിരുന്ന തളപതി തിരുവിഴ എന്ന് പറയുന്ന ഇന്നത്തെ ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ വിജയ് ആരാധകർ കാത്തിരുന്ന ഒരു ദിവസവും കൂടിയാണ്. ഡിസംബർ 27th. യെസ്, മലേഷ്യയിൽ വെച്ചിട്ട് നടക്കാൻ പോകുന്നു ദ ഗ്രാൻഡ് ഓഡിയോ ലോഞ്ച്, ദ ഫൈനൽ ഓഡിയോ ലോഞ്ച് ഓഫ് ദളപതി വിജയ്. വിജയെ സംബന്ധിച്ചിടത്തോളം വിജയുടെ 69 വർഷം നിന്ന സിനിമാ കരിയർ, അതിനുശേഷം ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും ഓഡിയോ ലോഞ്ചുകൾ വന്നു തുടങ്ങിയ സമയത്ത് വിജയുടെ പ്രസംഗങ്ങൾ കാണാനും കേൾക്കാനും വേണ്ടി കോരിത്തെരിച്ച് കൊതിച്ചു നിന്ന ആരാധകരുടെ മുന്നിലേക്ക് വിജയ് ഇതാ അവസാനമായി തൻ്റെ പ്രസംഗം നടത്താൻ പോകുന്നു. ഇനി ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കും, അത് രാഷ്ട്രീയപരമായിട്ടുള്ള തമിഴക വെട്ടക്കഴകത്തെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടായിരിക്കും. പക്ഷേ ഒരു സിനിമയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ദളപതി വിജയ് എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രസംഗമായിരിക്കും ഇന്ന് മലേഷ്യയിൽ നടക്കാൻ പോകുന്നത്. മലേഷ്യയിലെ ബുക്കിറ്റ് ജലീൽ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. എക്സ്പെക്റ്റഡ് ഓഡിയൻസ് എന്ന് പറയുന്നത് 80,000 മുതൽ 100,000 വരെയുള്ള കാണികളാണ്. ആലോചിച്ച് നോക്കി, ഇത്രയും കാണികളുടെ ഇടയിലേക്ക് ആൻഡ് ഭയങ്കര ഗ്രാൻഡ് ആയിട്ടാണ് പരിപാടി നടത്തുന്നത്. ഗ്രാൻഡ് എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല. വിജയ് തന്നെ ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞ, അല്ലെങ്കിൽ പഴയ ഓഡിയോ ലോഞ്ചുകളിലൊക്കെ പറഞ്ഞ മൈ ബോയ്സ് എന്ന് പറയുന്ന നെൽസൺ ദിലീപ് കുമാർ, ആറ്റ്ലി ആൻഡ് ലോകേഷ് കനകരാജ്, ഇവർ 3 പേരും ഇന്നത്തെ ഓഡിയോ ലോഞ്ചിൽ പങ്കെടുക്കും എന്നുള്ളതാണ് പറയുന്നത്. അത് ഇവർ 3 പേരും മാത്രമല്ല കേട്ടോ, ഒരു ഹ്യൂജ് സെറ്റ് ഓഫ് സ്റ്റാർസ്, ഹ്യൂജ് സെറ്റ് ഓഫ് സിംഗേഴ്സ്, ഇവരെല്ലാവരും ഉണ്ടാവും. ഇപ്പോൾ ഈ പടത്തിൽ തന്നെ അഭിനയിച്ച പൂജ ഹെഗ്ഡെ, മമത ബിജു, നരേന്, പ്രിയാമണി, പ്രകാശ് രാജ്, ബോബി ഡിയോൾ, ഇവരെല്ലാവരും ഉണ്ടാവും. ഇവരെല്ലാവരും ഇതിനകത്ത് ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആൻഡ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരെല്ലാം ഉണ്ട്. പക്ഷേ സിനിമയുടെ പുറത്തു നിന്ന് എത്ര പേര് ഈ ഓഡിയോ ലോഞ്ചിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ലാലേട്ടനൊക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഇറ്റ്സ് ഗോണ ബി എ ബ്ലാസ്റ്റ്. ലാലേട്ടനൊക്കെ ഉണ്ടായി, ലാലേട്ടനൊക്കെ പ്രസംഗിച്ചുണ്ടല്ലോ, അടിപൊളിയായിരിക്കും. ലാലേട്ടൻ ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഓഡിയോ ലോഞ്ച് പൊക്കോണ്ടിരിക്കുകയാണ്. കറൻ്റ്ലി 3 മണിക്കാണ് ആരംഭിച്ചത്. അതായത് ഇന്ത്യൻ ടൈം 3 മണിക്ക് ആരംഭിച്ചിട്ടുണ്ട്. മലേഷ്യയിലാണല്ലോ ഓഡിയോ ലോഞ്ച്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ടൈം വെച്ചാണ് കണക്ക് കൂട്ടുന്നത്. അപ്പം ഭയങ്കര ഇമോഷണൽ റൈഡാണ്. പലരും എയർപോർട്ടൊക്കെ നിങ്ങൾ കാണണം, തിരക്കാണ്, ജനസാഗരമാണ്. ഇവിടെ നിന്ന് എത്രയോ പേർ ഇത് കാണാൻ വേണ്ടിയിട്ട് സ്റ്റേജ് സീറ്റൊക്കെ ബുക്ക് ചെയ്ത് ഇത് തുടങ്ങി. ഭയങ്കര ഫാസ്റ്റ് ഫില്ലിംഗ് ആയിരുന്നല്ലോ. അപ്പോൾ ഓഡിയോ ലോഞ്ചിന് ടിക്കറ്റ്സ് ഓപ്പൺ ആവുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പലരും അവരുടെ വലിയ സമ്പാദ്യത്തിൻ്റെ ഒരു വലിയ ഭാഗം തന്നെ ഈ ടിക്കറ്റിനും മറ്റു ഫ്ലൈറ്റ് എക്സ്പെൻസസിനും എല്ലാം വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് എല്ലാം ഈ മനുഷ്യനെ കാണാൻ, ഈ മനുഷ്യനെ അവസാനത്തെ ഓഡിയോ ലോഞ്ച് ഒന്ന് കാണുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് കൂടെ പുറത്തു വന്നിട്ടുണ്ട്. അതായത് സിനിമയുടെ റൺ ടൈം, ജനനായകൻ്റെ റൺ ടൈം എന്ന് പറയുന്നത് 3 മണിക്കൂർ 6 മിനിറ്റ് ആണ്. അത് പലർക്കും അറിയായിരിക്കും. അപ്പോൾ അപ്പോഴത്തൊട്ടുള്ള കൺഫ്യൂഷൻ 3 മണിക്കൂർ 6 മിനിറ്റ് ഒക്കെ ലാഗ് ആവുമോ എന്നുള്ളതാണ്. പേടിക്കണ്ട. ഇതിനകത്ത് 2 മണിക്കൂർ 45 മിനിറ്റാണ് സിനിമയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അവസാനത്തെ 20-21 മിനിറ്റ് ഒരു ഇമോഷണൽ വീഡിയോ ആണ്. വിജയുടെ അവസാനത്തെ സിനിമയാണല്ലോ. അപ്പം ഈ 20 മിനിറ്റ്സിൽ എന്താണ് ഈ അണിയർ പ്രവർത്തകർ ചെയ്തു വെച്ചേക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ ഇറ്റ്സ് ഗോൺ ബി എൻ ഇമോഷണൽ റൈഡ്. ഞാൻ ആലോചിക്കുകയായിരുന്നു, തിയേറ്ററിൽ നമ്മൾ ഈ 2 മണിക്കൂർ 45 മിനിറ്റ് സിനിമ എന്തോ ആവട്ടെ, സിനിമ ഗംഭീരമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷേ ആ സിനിമയുടെ വിധി എന്തോ ആവട്ടെ, ബട്ട് അവസാനത്തെ ആ 20 മിനിറ്റിൽ എന്തായിരിക്കും? ബിക്കോസ് സീയിങ് ദിസ് മാൻ ഫോർ ദീസ് മെനി ഇയേഴ്സ്, അദ്ദേഹത്തിൻ്റെ 69 സിനിമകളും കണ്ട ഒരു പ്രേക്ഷകനാണ്. അതിലൂടെ പല തവണ കണ്ടിട്ടുള്ള ആളാണ്. ഓരോരുത്തർക്കും വിജയ് എന്ന് പറയുന്ന നടൻ വേറൊരു രീതിയിലുള്ള ഇമോഷനാണ്. ചിലർക്ക് ഇപ്പം ജനനായകൻ്റെ ആദ്യത്തെ ഷോ ആരംഭിക്കുന്നത് 4 മണിക്കാട്ടോ. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, കേരളത്തിൽ ആദ്യത്തെ ഷോ ആരംഭിക്കുന്നത് 4 മണിക്കാണ്. ഇപ്പം വാരിസാവട്ടെ, വാരിസൊക്കെ 4 മണിക്ക് തുടങ്ങിയ ഷോസാണ്. ഇപ്പം പല സിനിമകളും, അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ 4 മണിക്കാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ 4 മണിക്ക് ആരംഭിക്കുമ്പോഴുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, തലേ ദിവസം രാത്രിയൊക്കെ വിജയ് ആരാധകരുടെ DJ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ DJ പരിപാടിയൊക്കെ നടത്തി ഉറങ്ങൂല, ഉറങ്ങാണ്ട് തിയേറ്റർ വളപ്പിൽ പോയി ഇരുന്ന് സിനിമ കാണുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമയാണ്. ഇനി വിജയെ തിരശ്ശീലയിൽ കാണാൻ സാധിക്കില്ല. ഇനി കാണണമെങ്കിൽ തന്നെ വല്ല റിലീസുകൾ വരണം. അദ്ദേഹം ഇനി അഭിനയിക്കില്ല. അത് വ്യക്തമാക്കുന്നതായിരിക്കും ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓഡിയോ ലോഞ്ചിൻ്റെ പ്രസംഗം. ഇനി ഒരു അപ്ഡേറ്റ് കൂടെ ഞാൻ പറയാം. ജനുവരി 4-ാം തീയതിയാണ് ഈ ഓഡിയോ ലോഞ്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ZEE5-ലാണ്. എനിക്ക് തോന്നുന്നു അറൗണ്ട് 4 മണി തൊട്ട് 9 മണി വരെയുള്ള ലൈവ് ടെലികാസ്റ്റ് ആയിട്ടായിരിക്കും അവരത് ഷെഡ്യൂൾ, ഐ മീൻ ലൈവ് ഇൻ ദ സെൻസ് ഡെഫേർഡ് ആയിട്ടായിരിക്കും അവരത് സ്ട്രീം ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരു ഓഡിയോ ലോഞ്ച് ആയിരിക്കും 4-ാം തീയതി ZEE5 ഉണ്ടാകാൻ പോകുന്നത്. ZEE5 ആണ് OTT പ്ലാറ്റ്ഫോം സ്ട്രീം ചെയ്യാൻ പോകുന്നത്. അപ്പം അതാണ് കാര്യം. അപ്പം ഈ വിജയ് എന്ന് പറയുന്ന നടൻ താരത്തെക്കാൾ ഉപരി ഒരു വലിയ ഇമോഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ കൂടിയാണ്. ഇപ്പം അദ്ദേഹം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മത്സരത്തിലൊക്കെ ആയിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുമായിരിക്കും. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവും. CM കസേര തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ പോലെ കരിയറിന് ഉച്ചത്തിൽ നിൽക്കുമ്പോഴാണ് സിനിമാ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു ഷിഫ്റ്റ് പലരും പ്രതീക്ഷിച്ചു കാണും. പക്ഷേ
ഇത്ര എളുപ്പത്തിൽ പ്രതീക്ഷിച്ചില്ല. ആൻഡ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം, അദ്ദേഹം സിനിമയും കൂടെ സൈമൾട്ടേനിയസ്ലി കൊണ്ടുപോകുമായിരിക്കും, രാഷ്ട്രീയം കൊണ്ടുപോകട്ടെ എന്നുള്ളതാണ്. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇതിൻ്റെ അവസാനത്തെ സിനിമയാണ്, ഞാൻ ഇനി അഭിനയിക്കില്ല, അഭിനയ ജീവിതം തന്നെ നിർത്തിയിട്ടാണ് ഞാൻ ഇതിലേക്ക് പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിൻ്റെ ഒരു സാമ്രാജ്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ഫിലിം ഫ്രട്ടേണിറ്റി സാമ്രാജ്യമുണ്ട്. ഇത് അദ്ദേഹം പാടെ കളഞ്ഞിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത്. ആ ഫിലിം ഫ്രട്ടേണിറ്റി സാമ്രാജ്യത്തിലുള്ള എല്ലാവരും ബ്ലൈൻഡ്ലി രാഷ്ട്രീയത്തിലേക്ക് പോകുന്നവരുമല്ല. അത് വിജയ് എന്ന നടനെ മാത്രം വിശ്വസിക്കുന്ന, വിജയ് എന്ന എൻ്റർടൈനറിനെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവരെല്ലാം രാഷ്ട്രീയത്തിലേക്ക് വിജയെ സപ്പോർട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല, ബഹുഭൂരിപക്ഷം. പക്ഷെ അങ്ങനെ ഒരു നടൻ, വാട്ട് ആൻ ആക്ടർ. ഞാൻ പറയുന്നത് അഭിനയത്തിൻ്റെ നാൾ വഴികൾ താണ്ടി ഭയങ്കര ബ്രഹ്മാണ്ഡമായ അഭിനയ മുഹൂർത്തങ്ങൾ തന്ന അതിഭീകര നായകൻ എന്നൊന്നുമല്ല ഞാൻ വിശേഷിപ്പിക്കുന്നത്. വിജയ് ഈസ് എൻ എൻ്റർടൈനർ. നമ്മൾ സിനിമാ തിയേറ്ററിൽ പോയി 2.5 മണിക്കൂർ ആഘോഷിച്ച് ആർമാദിച്ച് നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങളെല്ലാം തിയേറ്ററിന് വെളിയിലേക്ക് തള്ളി അവസാനം തിയേറ്ററിൻ്റെ ഒരു വാതിൽ തുറന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ വിഷമങ്ങൾ വീണ്ടും മനസ്സിലേക്ക് കയറുന്ന ആ ഒരു 2.5 മണിക്കൂർ ഗ്യാപ്പിൽ നമുക്ക് എല്ലാം മറന്ന് ആ മനുഷ്യന് തിയേറ്ററിൽ ആഘോഷിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിട്ട് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നായകന്മാരിൽ ഒരാളായിട്ട് വിജയ് മാറുക എന്ന് പറയുന്നത് ചില്ലറ പരിപാടിയല്ല. വെൻ ഹി വാസ് ബോഡി ഷെയിംഡ്, ചെറുപ്പം തൊട്ട് തന്നെ ഈവൻ്റെ മുഖം കാണാൻ ആര് തിയേറ്ററിലേക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അതേ പൊതുസമൂഹത്തിന് മുന്നിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓഡിയോ ലോഞ്ച് മലേഷ്യയിൽ വെച്ച് കാണാൻ 1 ലക്ഷം പേര് കാത്തിരിക്കുന്നു. ഇന്നും ടിക്കറ്റ് കിട്ടാത്ത എത്രയോ പേർ പുറത്ത് നിൽപ്പുണ്ടെന്ന് അറിയാവോ? ആ സ്റ്റേഡിയത്തിന് പുറത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ശബ്ദം പുറത്ത് നിന്ന് കേൾക്കാൻ വേണ്ടി മാത്രം കാത്തിരിക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയാവോ? കാരണം അകത്ത് ടിക്കറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് പുറത്ത് നിന്നിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയാവോ? ദാറ്റ്സ് ദി ഓറ ദാറ്റ് ഹി ഹാസ് ക്രിയേറ്റഡ് ആസ് എ പേഴ്സൺ, ആസ് എൻ എൻ്റർടൈനർ, ആസ് എൻ ആക്ടർ. അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ വിജയ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഇത്രയധികം ക്രൗഡ് പുള്ളിങ് ഉണ്ടാക്കിയ ഒരു സൗത്ത് ഇന്ത്യൻ ആക്ടർ ഉണ്ടാവില്ല. ഐ എം ടോക്കിംഗ് പീക്ക് രജനീകാന്തിൻ്റെ ടൈമിൽ പോലും. ഇതൊരു ഡിബേറ്റബിൾ ക്വസ്റ്റ്യൻ ആണ്, ഇതൊരു ഡിബേറ്റബിൾ ടോപ്പിക്കാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. രജനീകാന്തിൻ്റെ ഒരു പീക്ക് ടൈം ആൻഡ് വിജയുടെ ഈ ഒരു പീക്ക് ടൈം നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കുക. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു രജനീകാന്ത്, വിജയ് ഈസ് നൗ ദ ബോക്സ് ഓഫീസ് കിങ്. അതിനകത്ത് ഒരു തർക്കവും വേണ്ട. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. വാരിസ് പോലൊരു സിനിമ, ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു തരത്തിലുള്ള പ്രതീക്ഷ ആർക്കുമില്ല. ഇപ്പം മോഹൻലാലിൻ്റെ വൃഷഭ പോലെയാണ് വാരിസ് എന്ന് പറയുന്നത്. ആ സിനിമ ഒരു സീരിയൽ ലെവൽ മേക്കിംഗ് ആണെന്നൊക്കെ ഉള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വാട്ട് വാസ് ദ കളക്ഷൻ ഓഫ് ദറ്റ് ഫിലിം? വാട്ട് വാസ് ദ കളക്ഷൻ? എത്ര കോടി ആ സിനിമ നേടി? അതെല്ലാം വിജയ് എന്ന നടനെ സംബന്ധിച്ചിടത്തോളം മാത്രം വരുന്നതാണ്. ഒരു വിജയ് ചിത്രത്തിന് -ആവറേജ് റെസ്പോൺസ് വന്നാൽ പോലും പ്രൊഡ്യൂസർ സേഫ്, ഡിസ്ട്രിബ്യൂട്ടർ സേഫ്. അതങ്ങനെ വരുന്നുള്ളൂ. കാരണം ആ മനുഷ്യൻ നിലവിൽ അങ്ങനെയാണ് വെച്ചേക്കുന്നത്, ആ ഇൻഡസ്ട്രി മൊത്തത്തിൽ വെച്ചേക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ പൃഥ്വിരാജ് എന്ന് പറയുന്ന പോലെ ഒരു വിജയ് ചിത്രം റിലീസാകുമ്പോഴേക്കും ആ ഇൻഡസ്ട്രിയുടെ സ്കിമാറ്റിക്സ് ആണ് മാറുന്നത്. അത് തള്ളല്ല, അത് വ്യക്തമാണ്. ഒരു ഇൻഡസ്ട്രിയുടെ സ്കിമാറ്റിക്സ് ആണ് മാറുന്നത്. ഇന്ന് മലേഷ്യയിൽ ഇത്രയും വലിയ ഗ്രാൻഡ് ഓഡിയോ ലോഞ്ച് നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? വിജയ് ആയതുകൊണ്ടാണ്. അവിടെ വിജയ് ഉള്ളത് കൊണ്ട് ആ മണിയെല്ലാം തിരിച്ച് കിട്ടും. എത്രയാണോ മുടക്കുന്നത് നിങ്ങൾക്ക് പൈസ തിരിച്ചു കിട്ടും. ഇറ്റ്സ് വയബിൾ, അത് ഉണ്ടാകും. അതാണ്. ഇപ്പം വിമർശിക്കാനാണെങ്കിൽ 100 കണക്കിന് വിമർശനങ്ങൾ വിജയ്ക്ക് നേരെ വരും. ബട്ട് സീ ഹിം ആസ് എൻ എൻ്റർടൈനർ, സീ ഹിം ആസ് എൻ ആക്ടർ. ഓരോ സിനിമ, പ്രകാശ് രാജ് തന്നെ പറഞ്ഞ പോലെ വിജയ് ഓരോ സിനിമ ഇവോൾവ് ചെയ്യുന്നത് തൻ്റെ കൺമുന്നിൽ പറയുന്നുണ്ട്. വിജയ് എന്ന ആക്ടർ എങ്ങനെയാണ് ഇവോൾവ് ചെയ്യുന്നത് കാണുന്നുണ്ട്. അത് നമ്മളും കാണുന്നുണ്ട്. വിജയുടെ പെർഫോമൻസസ് മാറുന്നുണ്ട്, മുഹൂർത്തങ്ങൾ ചേഞ്ച് ആവുന്നുണ്ട്, എൻ്റർടൈൻമെൻറ്റ് മാറുന്നുണ്ട്. ബട്ട് ത്രൂ ഔട്ട് ഇങ്ങനെ ആയിരിക്കാം ഈ സിനിമ. വുഡ് ബി എ പക്ക ബ്ലാസ്റ്റ് ഫീസ്റ്റ്. ഭഗവന്ത് കേസരിയുടെ വൈബൊക്കെ അടിക്കുന്നുണ്ട്. ഇറങ്ങിയ 3 പാട്ടുകൾ, ഇപ്പോൾ ദളപതി കച്ചേരി ആയിക്കോട്ടെ, അതിനുശേഷം റിലീസാവുന്ന 2 പാട്ടുകൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇമോഷണൽ സോങ് റിലീസായി. അപ്പോൾ അവിടെയൊക്കെ ഭഗവന്ത് കേസരി വൈബ് അടിക്കുന്നുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല. അപ്പോൾ ആ ഒരു റൂമർ വളരെ സ്ട്രോങ് ആവുന്നുണ്ടോ എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ബട്ട് സ്റ്റിൽ വർക്കായാൽ അത് വർക്കാകും എന്നാണ് വിശ്വസിക്കുന്നത്. അത് വർക്കായാലായി എന്നുള്ളത് തന്നെയാണ്. സോ ഫിംഗേഴ്സ് ക്രോസ്ഡ്. ഇന്ന് ആ ഓഡിയോ ലോഞ്ച് അതിഗംഭീരമായിട്ട് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ജനുവരി 9 റിലീസ്. കേരളത്തിൽ 4 മണിക്ക് ആദ്യ ഷോ.